ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സൈക്കോളജിയിലെ കുറച്ച് ചോദ്യങ്ങളാണ്. നമ്മൾ ചോദ്യങ്ങൾ വായിക്കുന്നു, ഉത്തരം പറയുന്നു, അങ്ങനെ പോവുകയാണ്. അപ്പോൾ ചോദ്യം വായിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങളിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നോക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം സൈക്കോളജിയുടെ ഭാഗമാണ്. കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. ഈ ആശയത്തിൽ ഊന്നിയുള്ള മനഃശാസ്ത്ര ദർശനം ഏത് എന്നാണ് ചോദ്യം. കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കുവാനുള്ള കഴിവുണ്ട്. കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം അറിവ് നിർമ്മിക്കാനുള്ള ശേഷിയുണ്ട്. ഈ ആശയത്തിൽ ഊന്നിയുള്ള മനഃശാസ്ത്ര ദർശനം ഏത് എന്നാണ് ചോദ്യം. ജ്ഞാനനിർമ്മിതിവാദം, സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം, ഹോർമിക് മനഃശാസ്ത്രം, ഹോളിസ്റ്റിക് മനഃശാസ്ത്രം. ഏതായിരിക്കും? ജ്ഞാനനിർമ്മിതിവാദമാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. അന്തർദർശനം എന്നറിയപ്പെടുന്ന മനഃശാസ്ത്ര പഠന രീതി ഏതാണ്? അതേതാണ്? അന്തർദർശനം, ഉള്ളിലേക്ക് നോക്കുക എന്ന രീതിയിലുള്ള മനഃശാസ്ത്ര പഠന രീതി. നിരീക്ഷണ രീതിയാണോ, പരീക്ഷണ രീതിയാണോ, ആത്മനിഷ്ഠാ രീതിയാണോ, അഭിമുഖ രീതിയാണോ? അന്തർദർശനമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ആത്മനിഷ്ഠാ രീതിയാണ് അന്തർദർശനം എന്നറിയപ്പെടുന്ന മനഃശാസ്ത്ര പഠന രീതി. ഓക്കെ അല്ലേ? ഉള്ളിലേക്ക് നോക്കുക എന്നൊരർത്ഥത്തിൽ. മൂന്നാമത്തെ ചോദ്യം, ചോദക പ്രവർത്തനങ്ങളുടെ ബന്ധനം അഥവാ അനുബന്ധനം പ്രസ്താവിക്കുന്ന ആദ്യ സിദ്ധാന്തം ഏതാണ്? ആദ്യ സിദ്ധാന്തം പൗരാണിക അനുബന്ധന സിദ്ധാന്തം, ബന്ധസിദ്ധാന്തം, പ്രവർത്തനാനുബന്ധ സിദ്ധാന്തം, ഇവയൊന്നുമല്ല. ചോദക പ്രവർത്തനങ്ങളുടെ ബന്ധം പ്രസ്താവിക്കുന്ന ആദ്യ സിദ്ധാന്തം ഏതാണ്? ഉത്തരം എന്താണ്? പൗരാണിക അനുബന്ധന സിദ്ധാന്തമാണ്. യെസ്. നാലാമത്തെ ചോദ്യം, കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല, അവനിൽ ധാരാളം മുന്നറിവുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല, അവനിൽ ധാരാളം മുന്നറിവുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് പിയാഷെ, ഓസ്ബൽ, ബ്രൂണർ, സുഷ്മാൻ, റിച്ചാർഡ് സുഷ്മാൻ. ഇങ്ങനെയാണ് ഓപ്ഷനിലുള്ളത്. കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല, അവനിൽ ധാരാളം മുന്നറിവുകൾ ഉണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? പിയാഷെയാണ് കേട്ടോ, പിയാഷെ. അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഋണപ്രബലനം ഏത്? കുട്ടിക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നത്, കുട്ടിക്ക് ഇമ്പോസിഷൻ നൽകുന്നത്, കുട്ടിക്ക് ശിക്ഷ നൽകുന്നത്, കുട്ടിയെ ഇമ്പോസിഷനിൽ നിന്ന് ഒഴിവാക്കുന്നത്. ഋണപ്രബലനമാണ് ചോദിച്ചത്. ധനപ്രബലനം, ഋണപ്രബലനം. നോക്കുക, ഋണപ്രബലനം എന്താണ് എന്നാണ് ചോദ്യം. കുട്ടിക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നത്, കുട്ടിക്ക് ഇമ്പോസിഷൻ നൽകുന്നത്, ഇത് ശിക്ഷയാണ് അല്ലേ? ഇത് ധനപ്രബലനമാണ്. ശിക്ഷ നൽകുന്നതോ അല്ലേ? അപ്പോൾ അതും ശിക്ഷയാണ്. കുട്ടിയെ ഇമ്പോസിഷനിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അത് ഏതായിരിക്കും? ഋണപ്രബലനമാണ്. ശരിയല്ലേ? ഋണപ്രബലനം. ആറാമത്തെ ചോദ്യം, വികാസവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് എന്നാണ് ചോദ്യം. വികാസവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന നോക്കുക. ഘടനാപരവും ശാരീരികവുമായ മാറ്റം. വികാസവുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദ്യം. അതിൽ പ്രസ്താവനകൾ ശരിയായതാ ചോദിച്ചിട്ടുള്ളത്. ഘടനാപരവും ശാരീരികപരവുമായ മാറ്റമാണോ വികാസം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? അത് വളർച്ചയല്ലേ? അപ്പം ഇത് തെറ്റല്ലേ? യെസ്. ഇനി പരിപക്വതയെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല. വികാസം പരിപക്വതയെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് തെറ്റായിരിക്കും അല്ലേ? നോക്കണം, അത് ആശ്രയിക്കുന്നുണ്ട് അല്ലേ? പരിപക്വത, മെച്ചുറേഷൻ അല്ലെ, മെച്യൂരിറ്റി, അതുപോലെ തന്നെ പഠനം, ഇതൊക്കെ വികാസത്തെ തീർച്ചയായിട്ടും ആശ്രയിക്കുന്ന ഒന്നാണ്. ഇവിടെ ആശ്രയിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ ശരിയായതാ ചോദിച്ചത്. ഇത് തെറ്റാണ്. ഒന്നാമത്തെ തെറ്റാണ്, ഇതും തെറ്റാണ്. ഇനി വികാസം ജീവിയുടെ സമഗ്രമായ മാറ്റമാണ്. ശരിയല്ലേ? സമഗ്രമായ മാറ്റമാണ്. പരിപക്വതയെയും പഠനത്തെയും ആശ്രയിക്കുന്നു, അതും ശരിയാണ്. അപ്പോൾ 1, 2 തെറ്റ്, 3, 4 ശരി. ഇവിടെ ചോദിച്ചത് ശരിയായതാ ചോദിച്ചത്. അപ്പോൾ ശരിയായത് മാത്രം നമുക്ക് മതി. 3, 4. അപ്പോൾ 1, 2 മാത്രം ശരി, 2, 3 മാത്രം ശരി, 1, 4 മാത്രം ശരി. ഇത് ഏതും അല്ല. ഏതായിരിക്കും അപ്പോൾ ഉത്തരം? ഓപ്ഷൻ ഡി, 3, 4 മാത്രം ശരി എന്നുള്ളതാണ് അല്ലെ? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഏഴാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകങ്ങളിൽ പെടാത്തത്. കുടുംബം സാഹചര്യ ഘടകമാണ്, വിദ്യാലയം സാഹചര്യ ഘടകമാണ്, മാധ്യമങ്ങൾ സാഹചര്യ ഘടകമാണ്, പാരമ്പര്യമാണെങ്കിലോ അത് ജൈവിക ഘടകമാണ് അല്ലേ?
അപ്പോൾ പെടാത്തതാണ് ചോദിച്ചത്. അപ്പോൾ ഇതാണ് പെടുന്നതെന്ന് ചോദിച്ചാൽ ABC വരുമായിരുന്നു. എട്ടാമത്തെ ചോദ്യം, കുട്ടികളിൽ എതിർലിംഗത്തിൽപ്പെട്ടവരോടുള്ള താല്പര്യം വളരുന്ന ഘട്ടം ഏതെന്നാണ് ചോദ്യം. കുട്ടികളിൽ എതിർലിംഗമാണ്, സ്വലിംഗമുണ്ട് എതിർലിംഗമുണ്ട്, ഇവിടെ എതിർലിംഗമാണ് ചോദിച്ചിട്ടുള്ളത്. ഗുദഘട്ടം, ലിംഗഘട്ടം, വധനഘട്ടം, ജനനേന്ദ്രിയ ഘട്ടം. ജനനേന്ദ്രിയ ഘട്ടമാണ് കൗമാരവും അതിനുശേഷമുള്ള ആ ഒരു ലാസ്റ്റ് അല്ലേ, ജനനേന്ദ്രിയ ഘട്ടം. ഓപ്ഷൻ ഡി ആണ് എതിർലിംഗത്തിൽപ്പെട്ടവരോടുള്ള താല്പര്യം വളരുന്ന ഘട്ടം. ഒൻപതാമത്തെ ചോദ്യം, അനൂപ് ശിക്ഷണങ്ങളൊന്നുമില്ലാതെ സ്വമേധയാ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചു. അനൂപ് ശിക്ഷണങ്ങളൊന്നുമില്ലാതെ സ്വമേധയാ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചു. സ്വമേധയാ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചു. ഇവിടെയുള്ള പ്രേരണ ഏതാണ്? ബാഹ്യമാണോ, ആന്തരികമാണോ, സിദ്ധി വൈഭവമാണോ, സംതൃപ്തിയാണോ? ഒന്ന് നോക്കിയേ, ഒരാൾ പഠിപ്പിക്കുകയോ ഒരാളുടെ നിർബന്ധപ്രകാരം പഠിക്കുകയാണെങ്കിൽ അത് ബാഹ്യപ്രേരണ എന്ന് പറയാം. അവിടെ അങ്ങനെയല്ല, അത് സ്വമേധയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആന്തരികമാണ് പ്രേരണ. പത്താമത്തെ ചോദ്യം, പഠന പ്രക്രിയയിൽ പെട്ടെന്ന് ഓർത്തെടുക്കുന്നതിന് ഒരു കൂട്ടം പദങ്ങളിലെ ഓരോന്നിൻ്റെയും ആദ്യാക്ഷരം കൂട്ടിച്ചേർത്ത് കൃത്രിമമായൊരു പദം നിർമ്മിക്കുന്ന നിമോണിക് തന്ത്രം ഏതാണ്? ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടേ നമ്മൾ മഴവില്ലിൻ്റെ ആ ഒരു നിറങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മുതലേ കേട്ടിട്ടുള്ളത്, മഴവിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരാൾക്ക് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് പറയുന്നതിനും വിബ്ജിയോർ എന്ന് ആയിരിക്കും ഒരു പെട്ടെന്ന് എടുത്ത് വായെ നമ്മൾ എന്ത് ചെയ്യുക പറയുക. അപ്പോൾ അത് ഏതാണെന്നാണ് ചോദിച്ചത്. എന്താണ് വിബ്ജിയോർ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു കൂട്ടം പദങ്ങളിലെ ഓരോന്നിൻ്റെയും ആദ്യാക്ഷരം. അത് പെഗ്വേർഡ് രീതിയാണോ, അക്രോണിംസ് ആണോ, ചങ്കിങ് ആണോ, അക്രോസ്റ്റിക്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അക്രോണിംസ് ആണ് കേട്ടോ, അക്രോണിംസ് ആണ്. വിബ്ജിയോർ എന്നുള്ള മെത്തേഡ് അക്രോണിംസ് ആണ്. കിട്ടിയില്ലേ? 11ാമത്തെ ചോദ്യം, ഒരു മേഖലയിലുള്ള പോരായ്മയെ മറ്റൊരു മേഖലയിലെ കഴിവ് കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നത് ഏത് തരത്തിലുള്ള സമായോജന തന്ത്രമാണ്? ഒരു മേഖലയിലുള്ള പോരായ്മയാണ് മറ്റൊരു മേഖലയിലുള്ള കഴിവ് കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നത്. ദമനമല്ല, അടിച്ചമർത്തലല്ല, താതാത്മീകരണമല്ല, അനുപൂരണം. 12ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വായനാ വൈകല്യമാണ്. ഡിസ്ഗ്രാഫിയ എന്നാണിത്. ഡിസ്ഗ്രാഫിയ അല്ല, ഡിസ്കാൽക്കുലിയ അല്ല, ഡിസ്പ്രാക്സിയ അല്ല, അത് പേശിയല്ലേ, ഇത് ഗണിതമല്ലേ, ഇത് എഴുത്തല്ലേ. അപ്പോൾ വായനാ വൈകല്യം ചോദിച്ചാൽ ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ. 13ാമത്തെ ചോദ്യം, NCF 2005 പ്രകാരം അധ്യാപകൻ ആത്മീയ നേതാവാണോ? അല്ല. മര്യാദ പുരുഷോത്തമനാണോ? അല്ല. റോൾ മോഡലാണോ? അതിനേക്കാൾ നല്ലത് ഫെസിലിറ്റേറ്റർ ആണ് അല്ലേ, ഫെസിലിറ്റേറ്റർ. 14ാമത്തെ ചോദ്യം, ജ്യാമിതീയ രൂപങ്ങൾ വരയ്ക്കുന്നതിനും അവയുടെ പ്രത്യേകതകൾ നിരീക്ഷിക്കുന്നതിനുമുള്ള ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ഫെറ്റ്, സ്റ്റെല്ലേറിയം, ജിയോജിബ്ര, G-കോംപ്രസ്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ജ്യാമിതീയ രൂപങ്ങളാണ്, ജിയോജിബ്രയാണ് ശരി ഉത്തരം. 15ാമത്തെ ചോദ്യം, വിക്ടേഴ്സ് ചാനൽ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? APJ അബ്ദുൽ കലാം ആണ് ശരി ഉത്തരം. ഓപ്ഷനിൽ പ്രതിഭ പാട്ടീലുണ്ട്, പ്രണബ് മുഖർജി ഉണ്ട്, ഇവരാരും അല്ലാന്നുണ്ട്. APJ അബ്ദുൽ കലാമാണ് കേട്ടോ. അപ്പോൾ 15 ചോദ്യമാണ്. 15ൽ 15ഉം കിട്ടിയവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നാളെ നിങ്ങളുടെ പരീക്ഷാ ദിവസമാണ്. നിങ്ങളെ നന്നായിട്ട് ആ 1.5 മണിക്കൂർ നന്നായിട്ട് ഉപയോഗിക്കുക. ടെൻഷൻ വേണ്ട. OMR കർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻവിജിലേറ്ററോട് ചോദിക്കുക. സമയം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതായത് 1.5 മണിക്കൂറാണ്, ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴും എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യണേന്നൊന്ന് ടീച്ചറോട് പറഞ്ഞാൽ ടീച്ചർ തീർച്ചയായിട്ടും നിങ്ങളെ റിമൈൻഡ് ചെയ്യും. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു പ്ലാനോടുകൂടി പരീക്ഷ എഴുതുക. നിങ്ങൾ പഠിച്ചതെല്ലാം നമ്മുടെ പരീക്ഷയ്ക്ക് ഉണ്ടാവും. പരീക്ഷ ഹാളിൽ കയറുമ്പോൾ തന്നെ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാത്ത ചോദ്യങ്ങൾ പരീക്ഷ പേപ്പറിൽ, ചോദ്യ പേപ്പറിൽ ഉണ്ടാകും. അത് കണ്ടതും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. മനസ്സിലായല്ലോ? ആദ്യമേ തന്നെ അറിയാത്ത ഭാഗങ്ങൾ കാണാം. അപ്പോൾ അത് കണ്ടതും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് അറിയാത്ത ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് അറിയാത്തത് തന്നെ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ മറ്റുള്ളവർക്ക് എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് കഷ്ടമാണെങ്കിൽ പരീക്ഷ എല്ലാവർക്കും കഷ്ടമായിരിക്കും. അതായത് പഠിച്ചവരുടെ കാര്യമാണ്. അപ്പോൾ ആദ്യമേ 10 ചോദ്യം അറിയാത്തത് കണ്ടെന്ന് വെച്ച് ടെൻഷൻ അടിച്ചാൽ പിന്നെ അറിയുന്ന ബാക്കി 90 എണ്ണം നമ്മുടെ കണ്ണിൽ കാണാതെ പോകും. ടെൻഷൻ അടിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾ എന്തോ പോയി പരീക്ഷ എഴുതുക. പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അപ്പോൾ എല്ലാവിധ ആശംസകളും. നന്നായി പരീക്ഷ എഴുതുക. പരീക്ഷ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസുകളിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു.